ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അഞ്ജുവാണ് കേട്ടോ. ട്രാവൽ ഡയറിയുമായി ഇന്ന് ഞാൻ എത്തുമ്പോൾ നമുക്ക് ഒരു കന്യാകുമാരി യാത്രയാണ് പ്ലാൻ ചെയ്യാനുള്ളത്. കന്യാകുമാരിയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ മിസ് ചെയ്യാതെ വിസിറ്റ് ചെയ്യേണ്ട ഒരു പൈതൃക കേന്ദ്രമുണ്ട്. ഏതാണെന്നറിയാവോ? വട്ടക്കോട്ട. കന്യാകുമാരിക്ക് സമീപത്തായിട്ട് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന 18-ാം നൂറ്റാണ്ടിലെ ചരിത്രക്കോട്ട. വട്ടക്കോട്ട എന്ന് കേൾക്കുമ്പോൾ വൃത്താകാരമായിട്ടുള്ള ഒരു കോട്ടയാണ് എന്ന് ധരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തെറ്റാണ് കേട്ടോ. ചതുരാകൃതിയും അതുപോലെ തന്നെ വളഞ്ഞ കോണുകളും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേകതര രൂപത്തിലാണ് ഇതിന്റെ നിർമ്മിതി. വട്ടക്കോട്ട തിരുവിതാംകൂർ രാജ്യത്തിന്റെ പ്രതിരോധത്തിനായിട്ട് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് മൂർത്തി തിരുനാളാണ് ഈ നിർമ്മിതിയുടെ പിന്നിൽ. പക്ഷെ പിന്നീട് അത് യൂസ്റ്റേഷ്യസ് ഡിലാനോയ് എന്ന ഡച്ച് സേനാ മേധാവി നവീകരിക്കുകയാണ് ചെയ്തത്. മുഴുവൻ കോട്ടയും ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രതിരോധ കോട്ടയുടെ ഭിത്തികളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ തന്നെ കൂടുതൽ ശക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ നവീകരണം. പണ്ടുകാലത്ത് സമുദ്രദിശയിൽ നിന്നുണ്ടാകുന്ന ഈ ആക്രമണങ്ങളെയൊക്കെ തന്നെ ചെറുക്കാൻ വേണ്ടി ഈ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഭിത്തികൾക്ക് ഉയരം തന്നെ ഏകദേശം 25 to 26 അടിയോളം വരും കേട്ടോ. വീക്ഷണ ഗോപുരങ്ങളും ആയുധ കളരിമുറികളും അതുപോലെ സൈന്യം പാർക്കുന്ന ഇടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് പുരാവസ്തു വകുപ്പിനാണ് ഇതിന്റെ സംരക്ഷണം. ഒരു വശത്ത് വിശാലമായിട്ടുള്ള കടല്, മറുവശത്തോ പശ്ചിമ മലനിരകളുടെ മനോഹരമായ കാഴ്ചയും. ഇത് രണ്ടും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഭയങ്കര രസമായിരിക്കില്ലേ? കോട്ടയുടെ മുന്നിൽ ഒരു മണൽത്തീരമുണ്ട്. ഇതാണ് ശരിക്കും ഈ കോട്ടയുടെ ഹൈലൈറ്റ് കേട്ടോ. ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പാർട്ടാണ് ഈ പറയുന്ന കറുത്ത മണൽത്തരികളുള്ള ഈ ഒരു മണൽത്തീരം. അതൊരു ഭയങ്കര കാഴ്ചയാണ്. പിന്നെ നല്ല വീശുന്ന കാറ്റും അതുപോലെ തന്നെ പ്രകൃതിയുടെ ഒരു സൗന്ദര്യവും ഒക്കെ തന്നെ ആസ്വദിക്കുന്ന വളരെ കാമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. ശരിക്കും ഈ പോയ സ്ഥലങ്ങളെല്ലാം തന്നെ ഒരു മെഡിറ്റേറ്റിംഗ് ഫീൽ തന്നെയാണ് തരുന്നത്. അധികം ബഹളമോ ആരവമോ ഒന്നുമില്ലാതെ വരുന്ന മനുഷ്യരെല്ലാം തന്നെ ഈ സ്ഥലങ്ങളൊക്കെ പരമാവധി ആസ്വദിച്ച് വളരെ വളരെ ക്വൈറ്റായിട്ട് പോകുന്ന ഒരു കാഴ്ച. സൂര്യാസ്തമയ സൗന്ദര്യം ആസ്വദിക്കണം എന്നുള്ളവർക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വൈകുന്നേരമാണ് കേട്ടോ. ഒരാൾക്ക് ഇവിടെ ഫീസ് 30 രൂപയാണ്, കുട്ടികൾക്കാണെങ്കിൽ ഫീസും ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു പൈതൃക കേന്ദ്രം മസ്റ്റായിട്ടും കന്യാകുമാരിയിലേക്കൊരു യാത്ര പ്ലാൻ ചെയ്യുന്ന ഏതൊരാളും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി ട്രാവൽ ഡയറിയിലൂടെ വീണ്ടും ഞാനെത്തും. കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അതുവരേക്കും ലവ് യു ആൻഡ് ബൈ.